കൂറ്റനാട് ജനകീയ വായനശാല നടത്തുന്ന വനിതാ വിമോചന സ്വപ്നങ്ങളിലെ വർത്തമാനം എന്ന സെമിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ഈ പരിപാടിയിൽ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി അജിന ടീച്ചർക്ക് ആദ്യമായി ഞാൻ സ്വാഗതം പറയുന്നു. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഡോക്ടർ സ്മിത ദാസിന് സ്വാഗതം അറിയിക്കുന്നു. വായനശാലയുടെ സെക്രട്ടറി PV കുട്ടിനാരായണേട്ടൻ, പ്രസിഡന്റ് VP ഐദർ മാസ്റ്റർ, പരിപാടി ഏകോപനം ചെയ്യുന്ന പ്രകാശ് സാറ്, കൂടാതെ മറ്റെല്ലാ വായനശാല പ്രവർത്തകർക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഡോക്ടർ സ്മിത ദാസിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, സ്വസ്ഥവും സമാധാനപരവും സന്തോഷപൂർണവുമായ ജീവിതം ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ്. എന്നാൽ ഈ അവകാശത്തെ നിഷേധിക്കുന്ന, പലപ്പോഴും ഹനിക്കുന്ന ചില സവിശേഷതകൾ ഇന്ന് ഈ സമൂഹത്തിലുണ്ടായി വരുന്നുണ്ട് എന്നത് ഖേദകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ നേരിടുന്ന വ്യക്തിഹത്യകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അപമാനങ്ങൾ എന്നിവ ഏതൊരു വ്യക്തിയുടെയും സ്വതന്ത്ര ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹത്തെയും ബോധത്തെയും വരെ വിഷമിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൽ പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് നമ്മൾ പകർന്നു കൊടുക്കുന്ന പാഠങ്ങൾ, നമ്മൾ പഠിച്ചു വെച്ച പാഠങ്ങൾ തീർത്തും അപര്യാപ്തമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് പത്രമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. ചെറുപ്രായത്തിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധ ജനങ്ങൾ വരെ ആക്രമിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് ഇവിടെയാണ് നമ്മൾ പഠിച്ച പാഠങ്ങളുടെ പ്രസക്തി. ഇനിയും ഒരുപാട് മുന്നേറേണ്ടതുണ്ട് നമ്മുടെ സമൂഹം. ദളിതത്തിൻ്റെ പാതയിൽ, അതിജീവനത്തിൻ്റെ പാതയിൽ ഇനിയും ഒരുപാട് ദൂരം നമുക്ക് താണ്ടാനുണ്ട് എന്നതിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ന് അരങ്ങേറുന്ന ഈ സ്ത്രീവിരുദ്ധ പ്രശ്നങ്ങൾ എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സാമൂഹിക പുരോഗതി, സുസ്ഥിരമായ വികസനം, സാമൂഹികമായ ഗുണപരമായ സാമൂഹിക മാറ്റങ്ങൾ എന്നിവ ഒത്തുചേരുമ്പോഴാണ് ഒരു സമൂഹം പുരോഗതിയിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് പറയാനാവുക. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എവിടെയാണ് ഈ ഗുണപരമായ മാറ്റങ്ങളെ നമുക്ക് രേഖപ്പെടുത്താനാവുന്നത്? എവിടെയാണ് പുരോഗതിയെക്കുറിച്ച് നമുക്ക് അടയാളപ്പെടുത്താനാകുന്നത്? പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും സ്ത്രീകൾ കാണിക്കുന്ന മുന്നേറ്റത്തെ മറന്നുകൊണ്ടല്ല ഈ പരാമർശം. എങ്കിൽ കൂടി ഇനിയും താണ്ടാനുള്ള ഒരുപാട് ദൂരത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. വർദ്ധിച്ചു വരുന്ന ഈ സ്ത്രീ പീഡനങ്ങളുടെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ എത്തി നോക്കുമ്പോഴാണ് സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന എത്രയോ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഭൂമികയായിരുന്നു ഈ കേരളക്കര. എങ്കിൽ കൂടി ഇനിയും മാറാതെ നിൽക്കുന്ന ഏതൊക്കെയോ നിയമങ്ങൾ, ഏതൊക്കെയോ സാമൂഹിക വ്യവസ്ഥകൾ ഇന്നും സ്ത്രീയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നുണ്ട് എന്ന വസ്തുത നമ്മൾ കണ്ടെത്തുന്നത്. ഇവിടെ നിന്നാണ് ഇതിലുള്ള മാറ്റം ആരംഭിക്കേണ്ടത്. അത് ഏറ്റവും ചെറിയ തട്ടിൽ നിന്ന്, താഴെ തട്ടിൽ നിന്ന്, ഏറ്റവും ചെറിയ കുട്ടികളിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതാണ് എന്ന ഒരു വസ്തുത നമ്മളിവിടെ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ചും സ്ത്രീക്കുള്ള സാമൂഹിക പരിരക്ഷയെക്കുറിച്ചും ഒക്കെ ഇനിയും ബോധവൽക്കരണം നടന്നിട്ടില്ലാത്ത ഒരു വിഭാഗം ജനങ്ങൾ ഇനിയും ഇവിടെയുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പല അവകാശങ്ങളും സ്ത്രീയുടെ കാര്യത്തിൽ നിഷേധിക്കപ്പെടുന്നു. തുല്യതയ്ക്കുള്ള അവകാശം, തുല്യവേതനത്തിനുള്ള അവകാശം, തുല്യമായ സാമൂഹിക നീതി, ലിംഗ സമത്വം, ഇതെല്ലാം ഇന്നും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത ഘടകങ്ങൾ തന്നെയാണ്. ഇത്രയേറെ നിയമങ്ങൾ നിലവിലുണ്ടായിരുന്നിട്ടും സാമൂഹിക സുരക്ഷയെക്കുറിച്ചും സാമൂഹിക പരിരക്ഷയെക്കുറിച്ചും ഉറപ്പുവരുത്തുന്ന ഇത്രയേറെ നിയമങ്ങൾ ഉണ്ടായിട്ടും ആ നിയമങ്ങൾ ഒന്നും സ്ത്രീയുടെ സുരക്ഷയ്ക്ക് പര്യാപ്തമാകുന്നില്ല എന്നത് തന്നെയാണ് വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ ചുറ്റുപാടിലെ സ്ത്രീ പീഡന സംഭവങ്ങൾ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. അതിനർത്ഥം
ഈ നിയമങ്ങളെ കൊണ്ട് മാത്രം, അതല്ലെങ്കിൽ ഒരു സാമൂഹിക വ്യവസ്ഥ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി എന്നുള്ള സങ്കല്പത്തിനപ്പുറം ഇനിയും ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സ്ത്രീകൾ നടന്നെടുക്കേണ്ടതുണ്ട്. അതെങ്ങനെ എന്നുള്ളൊരു പഠനത്തിലേക്ക് ഇനിയും നമ്മൾ അന്വേഷിച്ചെത്തേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ചുരുക്കം ചില വേദികളിൽ ഒതുങ്ങിപ്പോകേണ്ടതല്ല. നമുക്കറിയാം, ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇത് ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അവരറിയാതെ തന്നെ കുത്തിവെക്കപ്പെടുന്ന ഒരു ചിന്താഗതിയാണ്. സമൂഹത്തിൻ്റെ ഉയർന്ന തട്ടിൽ നിൽക്കുന്നവൻ പുരുഷനെന്നും അവൻ്റെ താഴെ മാത്രം നിൽക്കേണ്ടവളാണ് സ്ത്രീ എന്നും ഒരു അലിഖിത സങ്കല്പം എങ്ങനെയൊക്കെയോ നമ്മുടെ യുവജനങ്ങളിൽ കടന്നു. യുവജനങ്ങളിലെല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനൊരു മാറ്റം ഇന്നും ഉണ്ടായിട്ടില്ല. യുവജനങ്ങളിൽ പോലും ഈ ചിന്താഗതി നിലനിൽക്കുന്നു എന്നതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. നിലവിലുള്ള സാമൂഹിക നിയമങ്ങളും സ്ത്രീ സുരക്ഷാ നിയമങ്ങളും എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്നു? അർഹിക്കുന്ന ആദരവിലേക്ക്, അർഹിക്കുന്ന ആനുകൂല്യങ്ങളിലേക്ക്, അർഹിക്കുന്ന തുല്യനീതിയിലേക്ക്, അർഹിക്കുന്ന തുല്യതാ സങ്കല്പത്തിലേക്ക് ഇനിയും നമ്മുടെ സ്ത്രീകൾ എത്തിപ്പെടാത്തതിനെക്കുറിച്ച് ഇനിയും നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാവുന്ന, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഒരു ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാവുന്ന ഒരു വസ്തുത, സ്ത്രീക്ക് ശരിയായ രീതിയിലൊരു ബോധവൽക്കരണം നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒരു സ്ത്രീധന വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പോലും അവിടെ ബോധവൽക്കരിക്കപ്പെടേണ്ടത് സ്ത്രീ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഒരു വ്യവസ്ഥയുടെ പിന്നിൽ നിൽക്കുന്നത് ഒരു സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ഒരു സ്ത്രീയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം ചിന്തകൾ രൂപപ്പെട്ടു വരുന്നതും പ്രാവർത്തികമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടതും ബോധവൽക്കരണം നടത്തേണ്ടതും സ്ത്രീകളുടെ ഇടയിൽ തന്നെയാണ് എന്നത് ശ്രദ്ധേയമായ വസ്തുതയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാറുണ്ട്. ഇത് ഒരു വായനശാലയുടെ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന കാര്യമില്ല. ഇതിന് വിപുലമായ മാനങ്ങളുണ്ട്, വിപുലമായ തലങ്ങളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലും വ്യത്യസ്തമായ പദവികളിലും ഇരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളും നമ്മോട് പങ്കുവയ്ക്കാനുണ്ട്. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇന്ന് കുട്ടനാട് ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ സ്ത്രീയുടെ വർത്തമാനകാല സ്വപ്നങ്ങളുടെ വിമോചനം എന്ന ഒരു വിഷയത്തിൽ നടക്കുന്ന ഈ ചർച്ച ഒരു തുടക്കം മാത്രമാണ്. ഇത് ഇനിയും പടർന്ന് പന്തലിച്ച് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളിലേക്ക്, ചിന്താഗതികളിലേക്ക് പറന്നിറങ്ങി മാറ്റം വരുത്തുന്ന കാലം വിദൂരമല്ല. ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ ചുരുക്കം ചില അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് വിശദമായി സംസാരിക്കാൻ നമുക്ക് ഇന്നിവിടെ ഒരു മുഖ്യാതിഥി എത്തിയിട്ടുണ്ട്. KSDAയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായ ശ്രീമതി അജിന ടീച്ചർ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കും. ടീച്ചറെ പ്രഭാഷണത്തിലേക്ക്, ടീച്ചറുടെ ആശയങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. അവൾക്കൊപ്പം എന്ന ഗ്രന്ഥശാല സംഘത്തിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ സംവാദത്തിന് എന്നെ വിളിച്ചതിന് ആദ്യമേ നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. സ്ത്രീ അവസ്ഥകളെക്കുറിച്ചും സ്ത്രീയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എന്നിട്ടും എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കേട്ടുവളർന്ന നാദിറ പറയുന്നു, ഞാൻ സ്ത്രീ തുടങ്ങിയ സംഗീതശില്പങ്ങൾ പറഞ്ഞതും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇനി ചരിത്രമെടുത്തു നോക്കിയാൽ ചരിത്രത്തിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എതിരെയുള്ള പോരാട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ 2021 നമ്മൾ വീണ്ടും സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും സ്ത്രീ അവസ്ഥയും സ്ത്രീയുടെ പദവിയും എല്ലാം ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ട് ഇന്നും നമുക്കിതിൽ ഈ ചർച്ചാ വിഷയമെങ്കിലും മാറ്റാൻ പറ്റുന്നില്ല?
നമുക്കിത് എന്ന് അവസാനിപ്പിക്കാൻ കഴിയും? വല്ല എളുപ്പവഴികളുമുണ്ടോ അതിന്? ഈ ചർച്ച അതിനൊരു നിമിത്തമാവട്ടെ. പക്ഷേ എളുപ്പവഴികളൊന്നും തന്നെ നമ്മുടെ മുന്നിലില്ല എന്നതാണ് സത്യം. എല്ലായ്പ്പോഴും നമ്മൾ പുറമേ മരുന്ന് പുരട്ടി അത്യാവശ്യം ചില മാറ്റങ്ങൾ വരുത്തി പിന്നീട് നടക്കുന്നതൊന്നും കണ്ടില്ലെന്ന് സ്വയം മനസ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായി സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരാതെ ഈ പ്രശ്നത്തിന് അവസാനമുണ്ടാവും എന്ന് തോന്നുന്നില്ല. സ്ത്രീ നിർമ്മിക്കപ്പെടുകയാണ്, ജനിക്കുകയല്ല എന്ന് സിമോൺ ദ ബുവേ വളരെ കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും നമ്മൾ വീണ്ടും വീണ്ടും അതേ സ്ത്രീയെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചൂഷണം അനുഭവിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനത എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല. അതിനുമപ്പുറത്ത്, കാഴ്ചയ്ക്കപ്പുറത്ത്, കാണാമറയത്ത് നിൽക്കുന്ന മറ്റ് വിഭാഗങ്ങളുമുണ്ട്. LGBTQ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്ന വലിയ യാതനകളുണ്ട്. അതുപോലെ തന്നെ ജാതി വിവേചനമുണ്ട്. ജാതി വിവേചനം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. ഇത്തരത്തിൽ വിവേചനത്തിൻ്റെ ഭിന്നമുഖങ്ങൾ നമുക്ക് ചർച്ചയ്ക്കെടുക്കേണ്ടതായി വരും. മാനവികതയുടെ വലിയ സങ്കല്പത്തിലേക്ക് ഈ സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ടാവാൻ കഴിയുക. അത്തരത്തിൽ ഉള്ള മാറ്റത്തിലേക്ക് ഉള്ള പടികളായി ഈ ചർച്ചകൾ മാറട്ടെ. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്തെല്ലാം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു? ചരിത്രബോധം എന്നത് വളരെ കൃത്യമായി എല്ലാ സമൂഹത്തിലെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് അതിൻ്റെ ആദ്യ പടിയാണ്. സ്ത്രീ എല്ലാ കാലത്തും കുടുംബിനിയും അകത്തമ്മയുമായിരുന്നു എന്ന്, പൂമുഖവാതിൽക്കൽ പൂന്തിങ്കളായിരുന്നു എന്ന് എല്ലാം നമ്മൾ പഠിച്ചു വയ്ക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതങ്ങനെയായിരുന്നു. കേരളത്തിലെ സ്ത്രീകൾ എല്ലാ കാലത്തും ഇങ്ങനെ പൂമുഖവാതിൽക്കൽ പൂന്തിങ്കളായിരുന്ന കുലസ്ത്രീകളായിരുന്നു. വളരെ ചുരുക്കം ചില സ്ത്രീകൾക്ക് മാത്രം, അല്ലെങ്കിൽ വളരെ ചുരുക്കം ജാതി വ്യവസ്ഥയിൽ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽപ്പെട്ടവർക്ക് മാത്രം ഉണ്ടായിരുന്ന അവകാശമായിരുന്നു വീട് എന്നത് തന്നെ. അവർ പോലും ആ വീടുകൾക്കകത്ത് അനുഭവിച്ചിരുന്ന യാതനകൾ നമ്മൾ VT ഭട്ടതിരിപ്പാടിൻ്റെയും MRBയുടെയും ഒക്കെ വാക്കുകളിലൂടെ തിരിച്ചറിഞ്ഞതാണ്. ആ അവസ്ഥകളിൽ നിന്നും അവസ്ഥകളെ കുടഞ്ഞെറിഞ്ഞ് തങ്ങളുടെ ജീവിതം സ്വയം നിർണയിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും തയ്യാറായി പുറത്തേക്കിറങ്ങിയ അന്തർജനങ്ങൾ, ദേവകി നിലയങ്ങോടും ദേവകി നരിക്കാട്ടിരിയും അങ്ങനെ എത്രയെത്ര പേർ. അവർ യാചനായാത്ര നടത്തി തൊഴിൽ കേന്ദ്രമുണ്ടാക്കിയത് ഈ പാലക്കാട് ജില്ലയിലാണ്. അതിനുമപ്പുറത്ത് ഭൂമിയോ വീടോ ഇല്ലാത്ത വലിയൊരു വിഭാഗം ജനം, ആ ജനവിഭാഗം ഒരുപോലെ ചൂഷണം അനുഭവിച്ച സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും അടങ്ങിയതാണ്. അവരുടെ അധ്വാനത്തിന് മൂല്യമുണ്ടായിരുന്നില്ല, അവർക്ക് ശബ്ദമുണ്ടായിരുന്നില്ല, അവരുടെ വാക്കുകൾ എന്നും ബധിരകർണങ്ങളിൽ മുഴങ്ങി.
അങ്ങനെയുള്ള ഒരു സമൂഹം നിവർന്നു നിന്ന് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ്, അവർ തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്തു തുടങ്ങിയപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടായത്. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്ത്രീയും പുരുഷനും വെവ്വേറെ ആയിരുന്നില്ല. അവർ ഒരുമിച്ച് നിന്ന് പോരാട്ടം നടത്തുകയായിരുന്നു. വിവിധ ജാതി മതക്കാർ, വിവിധ ലിംഗവിഭാഗങ്ങൾ ഒരുമിച്ച് നിന്ന് പോരാടിയപ്പോഴാണ് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വിധത്തിൽ ഇന്ന് നമുക്ക് കാണുന്ന എല്ലാ അവകാശങ്ങളും നമ്മൾ നേടിയെടുത്തത്. നമ്മളിന്ന് സ്ത്രീ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഓരോ ചിഹ്നവും, അല്ലെങ്കിൽ മനുഷ്യനായിരിക്കാൻ, മനുഷ്യൻ എന്ന പദവിക്ക് അർഹയാകുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ചിഹ്നവും നമ്മൾ പൊരുതി നേടിയെടുത്തതാണ്. ഈ ഓരോന്നിൻ്റെയും പേരിൽ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. മൂക്കുത്തി സമരവും, അച്ചിപ്പുടവ സമരവും, മേൽമുണ്ട് സമരവും, വഴി നടക്കാനുള്ള സമരവും, കൂലിക്ക് വേണ്ടിയുള്ള സമരവും, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സമരവും എല്ലാം ഈ ഓരോന്നും നമ്മൾ നേടിയെടുത്തത് ആർജവത്തോടുകൂടി നിവർന്നു നിന്ന് സ്വന്തം ആവശ്യങ്ങൾ ഉറക്കെ പറയാൻ നമ്മൾ പഠിച്ചപ്പോഴാണ്. അത് നമ്മൾ മറന്നു തുടങ്ങിയപ്പോൾ, നിശബ്ദരാവാൻ നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ, വീണ്ടും ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് നമ്മൾ തിരിച്ചു പോവാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടാനും തുടങ്ങി എന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ പൊതു ഇടങ്ങളിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ട വീടുകളിലേക്ക്, ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് ചേക്കേറിയപ്പോൾ പൊതുവിടങ്ങൾ നമുക്ക് സുരക്ഷിതമല്ലാതായി തീർന്നു. സുരക്ഷിതത്വം സ്ത്രീക്ക് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല, അത് ഒരു സമൂഹം നിർമ്മിച്ചെടുക്കുന്നതാണ്. ആ സമൂഹത്തിൻ്റെ ഇടപെടൽ എല്ലായിടത്തും ഉണ്ടാകുമെന്നും സമൂഹം ഒരുമിച്ച് നിന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നും ഉള്ള ബോധ്യമുണ്ടാവുമ്പോൾ സമൂഹത്തിൽ എല്ലാ മനുഷ്യരും സുരക്ഷിതരായി മാറും. അതല്ല, ചോദിക്കാൻ ആരുമില്ല, നമ്മളെല്ലാം ഓരോ തുരുത്തുകളിൽ അവനവൻ്റെ ലോകത്ത് ഇരിക്കുകയാണെങ്കിൽ സുരക്ഷിതത്വം പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യും. അത് നമുക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയതുകൊണ്ടോ, കരുതലിൻ്റെ പ്രത്യേകം സേനാ വിഭാഗങ്ങളോ പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കിയതോ കൊണ്ടോ ഉണ്ടാവുന്നതല്ല. അത് ആത്മവിശ്വാസമുള്ള, ആജ്ഞാശക്തിയുള്ള ഒരു ജനത ഉണ്ടാവുമ്പോഴുണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് സുരക്ഷിതത്വം ഒരുക്കുക എന്നതല്ല, ശക്തമായ സാമൂഹ്യ ബോധമുള്ള ഒരു സമൂഹമുണ്ടാവുക എന്നത് നടപ്പിൽ വരുമ്പോഴാണ് സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുരക്ഷിതത്വം ഉണ്ടാകുന്നത്. എല്ലാ മനുഷ്യരും ആത്മവിശ്വാസത്തോടെ ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ തയ്യാറാകുന്ന, ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്ന അവസ്ഥയുണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ സാമൂഹ്യ ബോധമുള്ള, സമൂഹത്തിൻ്റെ ഇടപെടൽ കൃത്യമായി നടക്കുന്ന ഒരു സമൂഹമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം ആർജവമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. നമ്മൾ നമ്മുടെ പെൺകുട്ടികളോട് ജനിച്ച കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകേണ്ടവരാണ്. നിനക്ക് ഈ വീട് നിൻ്റെ സ്വന്തമല്ല, ഇവിടെ നിനക്കിടമില്ല, നിൻ്റെ ഇടം മറ്റെങ്ങോ ആണ്. എങ്ങാണ് ആ ഇടം എന്നുപോലും അറിയാത്ത ആ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ആത്മവിശ്വാസമുണ്ടാവുക? തൻ്റേതായ ഒരു ഇടം ഈ ലോകത്തുണ്ട് എന്ന ബോധ്യമുണ്ടാവുമ്പോഴാണ് തൻ്റെ ഇടം ഉണ്ടാകുന്നത്. അങ്ങനെ തൻ്റേതായ ഇടം നൽകാതെ എവിടെ നിൽക്കണം എന്ന്
ഒരു തരത്തിലുള്ള ബോധ്യവുമില്ലാതെ നമ്മൾ വളർത്തിയെടുക്കുന്ന പെൺകുഞ്ഞുങ്ങൾ, അവർ പ്രതിസന്ധിയുടെ മുന്നിൽ തളർന്നു പോകുന്നതിൻ്റെ കാരണം നമ്മൾ വേറെ എവിടെ അന്വേഷിക്കാനാണ്? നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് അവരിലെ ഏറ്റവും അവർക്ക് നൽകുന്ന ഒരു സന്ദേശം വിവാഹമാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ്. ഓരോ മനുഷ്യനും ഈ സമൂഹത്തിൽ നിർവഹിക്കാൻ മറ്റൊത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. മനുഷ്യർക്ക് അവരുടേതായ സർഗശേഷികളുണ്ട്. അതുപോലെ തന്നെ നല്ല ഭരണാധികാരിയായി, നല്ല അധ്യാപകരും അധ്യാപികമാരുമായി, നല്ല ഉദ്യോഗസ്ഥരായി എല്ലാം നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന ബോധ്യത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാതെ ആത്യന്തികമായ ലക്ഷ്യം വിവാഹമാണെന്നും വിവാഹം നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നടന്ന വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ എല്ലാം അത് ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ അഭ്യസ്തവിദ്യരായ മക്കൾ പോലും, അഭ്യസ്തവിദ്യരായ പെൺകുട്ടികൾ പോലും എത്തിച്ചേരുന്നത് ഈ ഒരു ഫീഡിങ്ങിൻ്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീഡിങ് നമ്മൾ ആദ്യം മാറ്റേണ്ടതല്ലേ? വിവാഹം എന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ ചെറിയ ഒരു കാര്യമാണെന്നും അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ പിരിയുന്നതാണ് നല്ലതെന്നും തീരുമാനിക്കാനുള്ള മാനസിക ബോധ്യത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണ്ടേ? വിവാഹം ആലോചിക്കുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കുന്നത്? എന്തിൻ്റെ ചേർച്ചയാണ് നമ്മൾ നോക്കുന്നത്? ജാതകത്തിൻ്റെ ചേർച്ച നോക്കുന്നു, കുടുംബങ്ങളുടെ ചേർച്ച നോക്കുന്നു, സാമ്പത്തിക സ്ഥിതി നോക്കുന്നു. എപ്പോഴെങ്കിലും ഈ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ചേർച്ചയാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തിരിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള ചേർച്ച നോക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ സ്ത്രീധനം നൽകി മക്കളെ വിവാഹം ചെയ്ത് അയക്കണം എന്ന് തീരുമാനിക്കുന്നത്? അവരുടെ ജീവിതം സ്വയം നിർണയിക്കാനും ആ ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി നേടാനും അവരെ പ്രാപ്തരാക്കുകയല്ലേ വേണ്ടത്? വിവാഹം ചെയ്ത് അയക്കുക, മറ്റൊരു വീട്ടിലേക്ക് വിവാഹം ചെയ്ത് അയക്കുകയാണ് പെൺകുട്ടിയെ. അതിനപ്പുറം അവർ രണ്ട് മനുഷ്യർ സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കുകയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം എത്ര വലുതാണ്. ശരിയായിരിക്കാം, അവർക്ക് ജീവിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇനിയും ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് തോന്നുമായിരിക്കാം. എന്തുകൊണ്ട് പിരിഞ്ഞുകൂടാ? ആ ഒരു തരത്തിലും തുടരാൻ വയ്യാത്ത ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടേ പോകണം. ജീവൻ കൊടുത്തും ജീവിതം കൊടുത്തും അത് നിലനിർത്തേണ്ടതാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്? ഈ ചിന്തകൾക്ക് മാറ്റം വരാതെ ഈ അവസ്ഥ എങ്ങനെ മാറും? നമ്മൾ നമ്മുടെ ജീവൻ്റെ ജീവനായി, നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ അർത്ഥമായി കാണുന്ന നമ്മുടെ മക്കളെ പണം കൊടുത്ത്, സ്വത്ത് കൊടുത്ത്, ആഭരണങ്ങൾ നൽകി അതിൻ്റെ ബലത്തിൽ ഒരുവൻ്റെ കൂടെ പറഞ്ഞയക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടുണ്ടാവുന്നു? അവളെ ഇഷ്ടപ്പെടുന്ന, അവളുടെ മൂല്യം തിരിച്ചറിയുന്ന, അവളുടെ കൂട്ട് തൻ്റെ ജീവിതത്തിന് അർത്ഥമേകും എന്ന് വിശ്വസിക്കുന്ന ഒരാളോടൊപ്പമല്ലേ അവൾ ജീവിക്കേണ്ടത്? എൻ്റെ മകളെ
കൂടെ കൊണ്ടുപോകുന്നതിന് ഞാൻ അങ്ങോട്ട് പണം തരാം എന്ന് പറയുവാൻ മാത്രം അത്ര മോശപ്പെട്ട അവസ്ഥയിലാണോ നമ്മുടെ പെൺമക്കൾ? അവർക്ക് അവരുടേതായ മൂല്യമുണ്ട്, അവർക്ക് അവരുടേതായ ജീവിതവുമുണ്ട്. അതല്ലേ നമ്മൾ നൽകേണ്ടത്? ആ ബോധ്യത്തിലേക്ക് നമ്മൾ രക്ഷിതാക്കൾ, ആ ബോധ്യത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ ഒക്കെ മാറുമ്പോഴാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത്. അങ്ങനെ മാറ്റമുണ്ടാക്കാനുള്ള ചുവടുവെപ്പ് എന്ന് പറയുന്നത് ഈ സമൂഹം മൊത്തം നടത്തേണ്ടതാണ്. അതിന് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ആ മാറ്റങ്ങൾക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. കുടുംബത്തിനകത്തെ ജനാധിപത്യ അവസ്ഥ കൂടുതൽ ശക്തമാകണം. കുടുംബത്തിനകത്തുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിനകത്തെ എല്ലാ അംഗങ്ങളും ഒരുപോലെ പങ്കുവയ്ക്കുന്ന തരത്തിൽ കുടുംബഘടന ജനാധിപത്യപരമായി മാറണം. ആ ജനാധിപത്യ ബോധം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുടുംബത്തിനകത്ത് ഭാര്യാഭർത്താക്കന്മാർ, അച്ഛനമ്മമാർ വളരെ കൃത്യമായ മാതൃകകളാകേണ്ടതുണ്ട്. കാരണം എല്ലാ പെൺകുട്ടികളും തങ്ങളുടെ അമ്മയിലേക്ക് വളരാനും എല്ലാ ആൺകുട്ടികളും തങ്ങളുടെ അച്ഛനിലേക്ക് വളരാനുമാണ് പഠിക്കുന്നത്. അവരറിയാതെ, നമ്മളറിയാതെ അവർ സ്വാംശീകരിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മാതൃകകളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിനകത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഷെയർ ചെയ്യുന്ന അച്ഛനും അമ്മയും അന്യോന്യം തുല്യമായ പദവി നൽകുന്ന അവരുടെ ജീവിത രീതി, അതൊക്കെ കണ്ടു വളരുമ്പോഴാണ് ആൺകുട്ടിയും പെൺകുട്ടിയും വളരെ സ്വതന്ത്രമായി ജീവിക്കാനും തൻ്റെ കൂടെയുള്ള പെൺകുട്ടി തന്നെ പോലെ തന്നെ വ്യക്തിത്വമുള്ളവളാണെന്ന് ആൺകുട്ടിക്ക് തോന്നാനും അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അവളുടെ ശരികൾക്കും തൻ്റെ ശരികളെപ്പോലെ തന്നെ വില കൽപ്പിക്കേണ്ടതാണ് എന്ന ബോധ്യത്തിലേക്ക് അവൻ ഉയരാനും കഴിയുന്നത്. അതുപോലെ തന്നെയാണ് പെൺകുട്ടിയും തൻ്റെ ശരികൾക്ക് വേണ്ടി നിൽക്കാനും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യേണ്ടതാണെന്ന ബോധ്യത്തിലേക്ക് ഉയരാനും അവൾക്ക് കഴിയുന്നതും അമ്മയുടെ മാതൃക അതേ രീതിയിലാവുമ്പോഴാണ്. എല്ലാ കാലത്തും നിശബ്ദമായി എല്ലാ യാതനകളും സഹിക്കുന്ന അമ്മയെയാണ് കണ്ടു വളരുന്നതെങ്കിൽ അവളും അതുപോലെ തന്നെ ഭാവിയിൽ നിശബ്ദയായ അമ്മയായി മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിശബ്ദയായ അമ്മയുടെ ഫ്രെയിമിലേക്ക് മകളും ആജ്ഞാശക്തിയുള്ള അധികാരിയായ അച്ഛൻ്റെ ഫ്രെയിമിലേക്ക് മകനും വളർന്നു വരുന്നതാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്കൂളിലും സംഭവിക്കുന്നു. സ്കൂളിലെ വർക്ക് ഡിവിഷൻ വളരെ കൃത്യമായി എന്താണോ വീട്ടിൽ നിന്ന് പഠിക്കുന്നത്, എന്താണോ സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നത്, അതേ വർക്ക് ഡിവിഷൻ തന്നെയാണ് സ്കൂളിലും നമ്മൾ നൽകുന്നത്. അസംബ്ലിക്ക് മൈക്ക് റെഡിയാക്കാനോ മറ്റ് സാങ്കേതിക പ്രവർത്തനങ്ങൾ ചെയ്യാനോ നമ്മൾ ആൺകുട്ടികളെ നിയോഗിക്കാറില്ല. ഫംഗ്ഷൻ ഉണ്ടാവുമ്പോൾ മൈക്ക് റെഡിയാക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ ആ ഹാൾ അടിച്ചു വാരുന്നത് പെൺകുട്ടിയായിരിക്കും. ഈ തൊഴിൽ വിഭജനം എല്ലാ കാലത്തും ഇതുപോലെ തന്നെ തുടർന്നു പോകുന്നതിൻ്റെ ഒരു കാരണം ഇത്ര കൃത്യമായ സ്വാംശീകരണം തന്നെയല്ലേ? ഇനി നമ്മൾ നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ, അവയിലുള്ള ഉദാഹരണങ്ങൾ, ഇതെല്ലാം എടുത്തു നോക്കിയാൽ ഈ നിലവിലുള്ള പുരുഷാധിപത്യ മൂല്യബോധത്തെ വളരെ കൃത്യമായി പിന്തുടരാനിരുന്നതാണെന്ന് കാണാം. അവിടെയാണ് ഇന്ന് നമ്മുടെ ഗവൺമെൻറ്,
ഇന്ന് കേരളം ഭരിക്കുന്ന കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ പ്രസക്തമാവുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് മുന്നിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീപക്ഷ സമീപനം തന്നെയാണ്. സ്ത്രീപക്ഷ പാർശ്വവൽകൃതരോടൊപ്പം നിൽക്കുന്ന സമീപനം തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ടാക്കിയ സംസ്ഥാനം കേരളമാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായ നിലപാടുകൾ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ, സ്ത്രീകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. അനന്യയുടെ മരണം, അനന്യയുടെ ആത്മഹത്യ, അല്ലെങ്കിൽ ഈ സമൂഹം നടത്തിയ കൊലപാതകം, അത് വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ്. വിസ്മയയും അനന്യയും അർച്ചനയുമെല്ലാം നമ്മുടെ സമൂഹം അടിച്ചേൽപ്പിച്ച കൊലപാതകങ്ങളാണ്. അത് നമുക്ക് തിരിച്ചറിഞ്ഞ് തിരുത്തിയേ പറ്റൂ. അതിലെ വലിയ ഒരു കാൽവെപ്പാണ് പാഠപുസ്തകങ്ങൾ ഓഡിറ്റ് ചെയ്യാനുള്ള ഗവൺമെൻറ് തീരുമാനം. വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ തീരുമാനത്തിന് കഴിയും. പക്ഷെ അതിനുമപ്പുറം അത് ക്ലാസ് റൂമിൽ ട്രാൻസാക്ട് ചെയ്യുന്ന അധ്യാപകർ, അതുപോലെ തന്നെ സമൂഹത്തിൽ ഇടപെടുന്നവർ, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, കുടുംബത്തിനകത്തെ കാഴ്ചപ്പാട്, ഇവയിലെല്ലാം വളരെ കൃത്യമായ മാറ്റം വരുമ്പോഴാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് ശരിയായ മാറ്റം ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ള വലിയ മാറ്റത്തിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ തുടക്കമാകട്ടെ ഈ സംവാദങ്ങൾ എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മുടെ അടുത്ത തലമുറയെയെങ്കിലും മാറ്റാം. അവരെ ആർജവമുള്ള, ആത്മാഭിമാനമുള്ള, സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള തലമുറയായി നമുക്ക് മാറ്റിയെടുക്കാം. ആൺകുട്ടിയും പെൺകുട്ടിയും ശക്തമായ മാനവിക ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള ഒരു ഉയർന്ന മാനസിക നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു സമൂഹം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, വനിതാ വിമോചന സ്വപ്നങ്ങളുടെ വർത്തമാനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കൂറ്റനാട് ജനകീയ വായനശാല ഈ സെമിനാർ സംഘടിപ്പിച്ചത്. സ്ത്രീ സുരക്ഷ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അവതരിപ്പിച്ച KSTA പാലക്കാട് ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി അജില ടീച്ചർക്ക് ജനകീയ വായനശാലയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അധ്യക്ഷ പദവി അലങ്കരിച്ച ഡോക്ടർ സ്മിത ദാസ്, സ്വാഗതം പറഞ്ഞ രാധിക, വായനശാല സെക്രട്ടറി PV കുട്ടിനാരായണൻ, പ്രസിഡന്റ് VP ഐദ്രുമാഷ്, ഈ പരിപാടി ഏകോപനം നിർവഹിച്ച് നടത്തിയ KV പ്രകാശ്, വായനശാലയുടെ മുഴുവൻ പ്രവർത്തകർക്കും, അതുപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ആശംസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ കൂറ്റനാട് ജനകീയ വായനശാലയുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ഫേസ്ബുക്ക് പേജിലോ അറിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.